ക്ഷേത്രത്തിന്റെ അകത്തളങ്ങളിൽ ഒളിഞ്ഞിരുന്ന ചരിത്രവും നഷ്ടപ്പെട്ട പ്രതിഷ്ഠയുടെ ദുരൂഹ കഥയും നമ്മൾ കണ്ടു. എന്നാൽ സോമനാഥപുരത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇപ്പോഴും നമ്മെ കാത്തിരിക്കുകയാണ്. 7 നൂറ്റാണ്ടുകളായി മഴയും വെയിലും യുദ്ധങ്ങളും അതിജീവിച്ച് നിലകൊള്ളുന്ന ആ കൽച്ചുവരുകളിൽ വെറും അലങ്കാരങ്ങളല്ല കൊത്തിവെച്ചിരിക്കുന്നത്. ഒരു സംസ്കാരത്തിന്റെ ഓർമ്മകളും ഇതിഹാസങ്ങളുടെ മഹത്വവും മനുഷ്യന്റെ സൃഷ്ടിപരമായ പ്രതിഭയുടെ തെളിവുകളുമാണ്. ഇനി ആ കല്ലുകൾ പറയുന്ന കഥകൾ കാണാം. സോമനാഥപുരത്തിന്റെ യഥാർത്ഥ മഹത്വം അതിന്റെ ശില്പങ്ങളിലാണ്. ക്ഷേത്രത്തിന്റെ പുറം ചുവരുകൾ ഒരു വിജ്ഞാനകോശം പോലെയാണ്. ഇവിടെ രാമായണം, മഹാഭാരതം, ഭാഗവതം, വിഷ്ണു പുരാണം തുടങ്ങിയ ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും രംഗങ്ങൾ മനോഹരമായി കൊത്തിവച്ചിരിക്കുന്നു. ഓരോ ശില്പവും ഒരു കഥ പറയുന്നു. ഓരോ മുഖഭാവവും ഓരോ ചലനവും ശില്പികളുടെ അതുല്യമായ നിരീക്ഷണശേഷിയെ വെളിപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, ഒരു ചുവരിൽ വനവാസത്തിന് പോകുന്ന ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും കാണാം. മറ്റൊരിടത്ത് രാവണന്റെ ലങ്കയെ അഗ്നിക്കിരയാക്കുന്ന ഹനുമാന്റെ വീരരൂപം കൊത്തിവച്ചിരിക്കുന്നു. മഹാഭാരത രംഗങ്ങളിൽ ഗാണ്ഡീവം വലിച്ച് യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അർജുനനെയും അദ്ദേഹത്തിന് മാർഗദർശനം നൽകുന്ന ശ്രീകൃഷ്ണനെയും കാണാം. നരസിംഹാവതാര ശില്പത്തിൽ ഹിരണ്യകശിപുവിന്റെ അഹങ്കാരം തകർക്കുന്ന വിഷ്ണുവിന്റെ ഉഗ്രരൂപം ജീവനുള്ളതുപോലെ പ്രത്യക്ഷപ്പെടുന്നു. കൂടാതെ വിഷ്ണു ഭഗവാൻ വാമനാവതാരത്തിൽ 3 അടിമണ്ണ് ചോദിച്ച് മഹാബലിയെ പരീക്ഷിക്കുന്ന രംഗം അതിമനോഹരമായി കല്ലിൽ പകർത്തിയിരിക്കുന്നു. കൃഷ്ണലീലകളിൽ കാളിയമർദ്ദനവും ഗോവർദ്ധനഗിരി ഉയർത്തിപ്പിടിക്കുന്ന രംഗങ്ങളും അതിസൂക്ഷ്മമായി കൊത്തിവച്ചിരിക്കുന്നു. ഓരോ ശില്പവും വെറും അലങ്കാരമല്ല, ഒരു ഇതിഹാസത്തിന്റെ സംക്ഷിപ്ത രൂപമാണ്. ക്ഷേത്രത്തിന്റെ അടിഭാഗത്ത് 6 വ്യത്യസ്ത നിരകളിലായി ആനകൾ, കുതിരകൾ, വള്ളികൾ, പുരാണ സംഭവങ്ങൾ എന്നിവ അതിസൂക്ഷ്മമായി കൊത്തിവെച്ചിരിക്കുന്നു. ഇതിൽ ആനകളുടെ നിര ശക്തിയെയും സ്ഥിരതയെയും, കുതിരകൾ വേഗതയെയും, വള്ളികളും പൂക്കളും ജീവന്റെ തുടർച്ചയെയും പ്രതിനിധീകരിക്കുന്നു. മനുഷ്യന്റെ ഭൗതിക ലോകത്തിൽ നിന്ന് ദൈവികതയിലേക്കുള്ള ആത്മീയ യാത്രയെ പ്രതിനിധീകരിക്കുന്ന രൂപകൽപ്പനയാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ പുറംഭിത്തികളിൽ വിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. മത്സ്യാവതാരം മുതൽ കൽക്കി അവതാരം വരെ ഓരോ അവതാരത്തിന്റെയും പ്രധാന സംഭവങ്ങൾ കല്ലിൽ ജീവൻ നൽകിയതുപോലെ കൊത്തിവെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് മഹാഭാരത രംഗങ്ങളിൽ അർജുനൻ തൊടുക്കുന്ന അമ്പുകളും യുദ്ധഭൂമിയിലെ ചലനങ്ങളും അതിശയകരമായ കൃത്യതയോടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അർജുനൻ തൊടുക്കുന്ന അമ്പുകൾ വെറും അമ്പുകളായല്ല, മറിച്ച് ഇന്നത്തെ മിസൈലുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ലക്ഷ്യം തെറ്റാത്ത ആയുധങ്ങളുടെ പ്രഹരശേഷിയും അവയുടെ സഞ്ചാരപഥവും കല്ലുകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. അർജുനന്റെ അമ്പുകൾ ചിത്രീകരിച്ചിരിക്കുന്ന ചില ശില്പങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരും: പുതിയതായി ഒന്നും കണ്ടുപിടിക്കപ്പെടുന്നില്ല. ചരിത്രം പുതിയ രൂപങ്ങളിൽ ആവർത്തിക്കപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനൊപ്പം വിഷ്ണുവിന്റെ ദശാവതാരങ്ങളും ഭഗവാന്റെ 24 വ്യത്യസ്ത ഭാവങ്ങളും ഓരോന്നായി വരിവരിയായി ക്ഷേത്ര ചുമരുകളിൽ കാണാം. വിഷ്ണുവിന്റെ കൈകളിലുള്ള ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയുടെ സ്ഥാനം മാറുന്നതിലൂടെയാണ് ഓരോ ഭാവത്തെയും തിരിച്ചറിയുന്നത്. ഓരോ ശില്പത്തിനും താഴെ അത് കൊത്തിയ ശില്പിയുടെ പേരും കൊത്തിവെച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും അപൂർവമായ സവിശേഷതകളിലൊന്നാണ് പല ശില്പങ്ങളിലും അവ നിർമ്മിച്ച കലാകാരന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മല്ലിത്തമ്മ, ബാലേയ, ചൗഡയ്യ, ബാമയ, നഞ്ചയ്യ, യലമസയ്യ തുടങ്ങിയ ശില്പികളുടെ പേരുകൾ ഇന്നും ക്ഷേത്രഭിത്തികളിൽ കാണാം. ഇതിൽ മല്ലിത്തമ്മ എന്ന ശില്പിയുടെ സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരുടെ കലയും പേരും നിലനിൽക്കുന്നു എന്നത് അപൂർവമായൊരു ചരിത്രസാക്ഷ്യമാണ്. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ അനേകം രഹസ്യ അറകളും വായുസഞ്ചാരത്തിനുള്ള പ്രത്യേക സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രത്തിനോടും ഹാലേബീഡുവിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രത്തിനോടും ഈ ക്ഷേത്രത്തിന് ആത്മബന്ധമുണ്ട്. ഇവ 3ഉം ഹൊയ്സാല സാമ്രാജ്യത്തിന്റെ വാസ്തുവിദ്യാ ത്രികോണങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്കിപ്പുറം നിരവധി യുദ്ധങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഈ പ്രദേശം കണ്ടിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം അതിജീവിച്ച് സോമനാഥപുര കേശവക്ഷേത്രം ഇന്നും നിലകൊള്ളുന്നു. 1900കളുടെ തുടക്കത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് തകർന്ന ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തി പുനരുദ്ധരിക്കുകയുണ്ടായി. ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായെങ്കിലും അക്രമികൾ തകർത്തതിന്റെ പാടുകൾ ഇന്നും കല്ലുകളിൽ ശേഷിക്കുന്നു. ഒരു ആരാധനാലയം എന്നതിലുപരി ഇന്ന് ഇതൊരു ലൈവ് മ്യൂസിയം പോലെ സഞ്ചാരികളെ
ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ 3 ഗർഭഗൃഹങ്ങൾക്കും മകുടം ചാർത്തിക്കൊണ്ട് ഒരേ ലാവണ്യത്തിൽ ആകാശസീമകളെ തഴുകുന്ന വേസര ശൈലിയിലുള്ള ശില്പഗോപുരങ്ങൾ ഹൊയ്സാല വാസ്തുവിദ്യയുടെ വിസ്മയകരമായ പൂർണ്ണതയാണ് വിളിച്ചോതുന്നത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച് ഈ കേശവക്ഷേത്രം ഇന്നും ഇന്ത്യൻ ശില്പകലയുടെ അത്യപൂർവ വിസ്മയമായി നിലകൊള്ളുന്നു. കാലം ഈ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ അതിന്റെ പ്രതിഷ്ഠയെ കവർന്നെടുത്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ ആത്മാവിനെ സ്പർശിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. സോമനാഥപുര കേശവക്ഷേത്രം ഇന്നും നമ്മോട് പറയുന്നത് ഒരേ ഒരു സന്ദേശമാണ്. സാമ്രാജ്യങ്ങൾ മാഞ്ഞുപോകാം, രാജാക്കന്മാർ മറക്കപ്പെടാം, പക്ഷേ കല്ലിലെഴുതിയ ചരിത്രം ഒരിക്കലും മരിക്കില്ല. വീണ്ടും കാണാം.